നീറ്റ് പുനഃപരീക്ഷ ഇന്ന് രാജ്യത്തെ ആകെ 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പുനഃപരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷ നടത്തിപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. കനത്ത സുരക്ഷയിലാണ് പരീക്ഷ നടക്കുക. മെയ് 3 നടന്ന പരീക്ഷയിലെ ക്രമക്കേടുകളെ തുടർന്ന് CBI അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും TS ആദർശ് ചേരുന്നുണ്ട്. ആദർശ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നെങ്കിലും നീറ്റായി നടക്കുമോ? എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഈ പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി കേന്ദ്രം ഏർപ്പെടുത്തിയിരിക്കുന്നത്? എത്ര വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്? അശ്വതി, 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത്. കഴിഞ്ഞ പരീക്ഷ കാരണം നമുക്കറിയാം, ആദ്യം ഈ നീറ്റ് പരീക്ഷ നടന്നപ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഇടപെടുകയും പരീക്ഷ റദ്ദാക്കുകയും പിന്നീട് പരീക്ഷ നടത്തുന്നതിനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തത്. ആ പുനഃപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്ന് വിദ്യാഭ്യാസ മന്ത്രാലയവും ഒപ്പം തന്നെ NTA അറിയിക്കുകയും ചെയ്തു. NTA സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷയ്ക്ക് പഴുതുകൾ അടച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. കാരണം നേരത്തെ തന്നെ വിവിധ മന്ത്രാലയങ്ങൾ, പ്രത്യേകിച്ച് ആഭ്യന്തര മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അടക്കം സഹായം ഈ വിഷയത്തിൽ തേടിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രാലയം ഉന്നതതല യോഗം വിളിക്കുകയും ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തടയുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തു. ഹെലികോപ്റ്ററുകളിലടക്കം സേനാ വിഭാഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യപേപ്പറുകൾ വിതരണം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നീറ്റ് പരീക്ഷയ്ക്കായി ഒരുക്കുകയും ചെയ്തു. ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഡൽഹി പോലീസിൻ്റെ 3 തട്ടുകളായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതിന് സമാനമായി തന്നെയാണ് മറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഈ പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് പുറത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ തന്നെയാണ് പോലീസിൻ്റെയും മറ്റും ഭാഗത്തു നിന്നുള്ള സുരക്ഷയും ഒരുക്കിയിട്ടുള്ളത്. ഇതിലൂടെ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി ടെലഗ്രാമിനടക്കം താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ വിലക്കിനെ ചോദ്യം ചെയ്ത് ടെലഗ്രാം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അവരുടെ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. എന്തായാലും പഴുതുകളടച്ചുള്ള സുരക്ഷാ സംവിധാനത്തിലൂടെ കുറ്റമറ്റ രീതിയിൽ നീറ്റ് പരീക്ഷ നടത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ പരീക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം CBIയുടെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. അവർ ഇതുവരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 13 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനി ഒരിക്കലും ഒരു ചോദ്യപേപ്പർ ചോർച്ച രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന പരീക്ഷകളിൽ നടക്കാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ വിദ്യാർത്ഥികൾക്കും എങ്ങനെയാണ് പരീക്ഷാ ഹാളിൽ എത്തേണ്ടത് എന്നടക്കം ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ NTA പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഈ പരീക്ഷ നടക്കുമ്പോൾ അത് കുറ്റമറ്റ രീതിയിൽ തന്നെ നടത്താൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് NTAയുടെ ഭാഗത്തു നിന്നും വരുന്നത്. നിലവിൽ എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇന്ന് നടക്കുകയാണ്. 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ വലിയ സുരക്ഷയാണ് എന്നുള്ളതാണ്. നീറ്റായി നടക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തു കഴിഞ്ഞു, NTA ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് ഞങ്ങളുടെ പ്രതിനിധി ആദർശ് ഡൽഹിയിൽ നിന്നും പങ്കുവച്ചത്.